ഒതുക്കീസൻ ആദരിക്കപ്പെടുമ്പോൾ രാഹുലിന് നീതി തേടി i2i ന്യൂസ് ആരംഭിച്ച മിഷൻ 250യുടെ 120-ാം ദിനം സാമൂഹിക നിരീക്ഷകൻ കൂടിയായ ഡോക്ടർ തോമസ് US-ൽ നിന്നും സംസാരിക്കുന്നത് കേൾക്കുക. ഡോക്ടർ തോമസിൻ്റെ വാക്കുകൾ ഓരോ കോൺഗ്രസ് പ്രവർത്തകരും ശ്രദ്ധാപൂർവം കേൾക്കേണ്ടതാണ്. വി ഡി സതീശനെ മുന്നിൽ നിർത്തി ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടുവാൻ പോയാൽ കനത്ത പരാജയം UDF-നെ ഏറ്റുവാങ്ങേണ്ടി വരും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഡോക്ടർ തോമസിൻ്റെ വാക്കുകളിലേക്ക്. സുനിൽ സാറേ, നമസ്കാരം. i2i ന്യൂസിലെ ഇന്നത്തെ വീഡിയോയിൽ സാറ് ഒരു ചോദ്യം ചോദിച്ചിരുന്നല്ലോ. ഈ മനോരമ ന്യൂസിൻ്റെ 2025 ന്യൂസ് മേക്കർ എന്നുള്ള പുരസ്കാരം ഈ VD സതീശന് കൊടുത്തതിനെക്കുറിച്ചുള്ള ലോകമെമ്പാടുമുള്ള ആളുകളുടെ അഭിപ്രായം ചോദിച്ചിരുന്നു. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചൊന്ന് കമൻറ്റ് ചെയ്യണമെന്ന് തോന്നി. സത്യത്തിൽ ചിരിയാണ് സാറേ വന്നത്. കാരണം ഇദ്ദേഹത്തിന് ഈ പുരസ്കാരം കൊടുത്തതിൻ്റെ മാനദണ്ഡം എന്താണെന്നറിയത്തില്ല. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ ആ ഒരു ഫൈനൽ ആ കണ്ടസ്റ്റൻസായിട്ട് കൊണ്ടുവന്ന ആളുകളിൽ ഇപ്പം ബിനോയ് വിശ്വം അല്ലെ ശതമാനൻ അവരെന്നാ കോൺട്രിബ്യൂഷനാണ് നമ്മുടെ കേരളത്തിന് വേണ്ടി അല്ലെ കേരള സമൂഹത്തിന് വേണ്ടി ചെയ്തതെന്നറിയത്തില്ല. അതിനേക്കാളൊക്കെ എത്രയോ പരിഗണിക്കാവുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പം മലയാള മനോരമ ഇദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി ചെയ്ത ഒരു പ്രോഗ്രാമായിട്ട് അതെങ്ങനെ ഇദ്ദേഹം സാധിച്ചെടുത്തു? പണം കൊടുത്തിട്ടാണോ? പണം കൊടുത്തു കഴിഞ്ഞാൽ ഈ മനോരമയുടെ പുരസ്കാരം കിട്ടുമെങ്കിൽ എത്രയോ പേര് കാണും കൊടുത്ത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. ഏതായാലും ഒരു കേരള സമൂഹത്തെ, ലോകമെമ്പാടും ഉള്ള മലയാളികളെയും കേരള സമൂഹത്തെയും സത്യത്തിൽ പുച്ഛിക്കുകയാണ് ഈ മലയാള മനോരമ ചെയ്തത്. അത് ഞാൻ പറയാനുള്ള ഒന്നാമത്തെ കാരണം, ഈ VD സതീശൻ എന്നാ കോൺട്രിബ്യൂഷനാണ് നമ്മുടെ കേരള സമൂഹത്തിന് വേണ്ടി ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് പുരസ്കാരം കൊടുക്കാൻ കൺസിഡർ ചെയ്യേണ്ട 3 കാര്യങ്ങൾ. ഒന്ന്, എൻ്റെ ഒരു ഒബ്സർവേഷനിൽ മുമ്പ് VD സതീശനെ ഈ ഉമ്മൻചാണ്ടി സാറ് ഭരണത്തിലിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടവരാണ് നമ്മൾ പല ആളുകളും. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുത്തില്ല എന്നുള്ള ഒരു വിഷമം പലർക്കും ഉണ്ടായിരുന്നു. അന്ന് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ ഇദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുത്തില്ലെങ്കിൽ ഇദ്ദേഹത്തെ ശരിക്കും മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. നമ്മൾ ഓർക്കണം, അദ്ദേഹം തഴഞ്ഞു നിർത്തിയ ഒരു മനുഷ്യനാണ് ആര്? VD സതീശൻ. അപ്പോൾ അതിൻ്റെ പക പോക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലയളവിൽ അദ്ദേഹത്തെ വല്ലാതെ വിമർശിച്ച് പത്രസമ്മേളനം പോലും നടത്തി അദ്ദേഹത്തെ വിമർശിച്ച് ഉമ്മൻചാണ്ടി സർക്കാർ അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന സർക്കാരാണ് എന്ന് പറഞ്ഞ് തെരുവുനോറും പറഞ്ഞുകൊണ്ട് നടന്ന ആളാണ് VD സതീശൻ. അത് ആണ് ഉമ്മൻചാണ്ടിക്ക് വീണ്ടും ഭരണത്തിൽ തുടരാൻ പറ്റാതെ ഇരുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതുമാത്രമല്ല, ഈ സോളാറിൻ്റെ അഴിമതിയും അക്യൂസേഷനും ഒക്കെ വന്ന സമയത്ത് ഇടതുപക്ഷത്തുള്ള ആളുകൾ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയെ എതിർത്തപ്പോൾ തന്നെ ഈ രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശനും ഗണേഷ് കുമാറിനും ഒക്കെ അതിൽ ഈ പാവം മനുഷ്യനെ ഉപദ്രവിക്കുന്നതിൽ നല്ല പങ്കുണ്ടായിരുന്നാണ് പൊതുവെ നമുക്ക് വിലയിരുത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അന്ന് ഉമ്മൻചാണ്ടി സാറിനെ അദ്ദേഹം എതിർത്തതിൻ്റെ ഒരു 10-1 അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് പിണറായി വിജയനെ എതിർത്തിരുന്നെങ്കിൽ പിണറായി വിജയൻ്റെ ആ ഭരണത്തെ, ഇത്രമാത്രം മോശമായൊരു ഭരണത്തെ കേരള ജനതയ്ക്ക് മനസ്സിലാകാൻ അതൊരു കാരണമായേനെ. പക്ഷേ ഒരു വീക്കസ്റ്റ് ഓപ്പോസിഷൻ ലീഡറായിട്ട് കേരള ചരിത്രത്തിൽ ഇത്രമാത്രം വീക്കായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെ നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ അദ്ദേഹം പലതും പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് അർത്ഥമില്ല. അദ്ദേഹത്തിൻ്റെ പിണറായിയുടെ 10 വർഷം ഓൾറെഡി കഴിഞ്ഞു. ഇനി എന്ത് പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്നാ? അപ്പോൾ അദ്ദേഹത്തിന് പുരസ്കാരം കൊടുക്കാൻ ആണെങ്കിൽ ഈ ഏറ്റവും വീക്കസ്റ്റ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലാണ് കൊടുത്തെങ്കിൽ കുഴപ്പമില്ല. അത് മാത്രമല്ല, രണ്ടാമത്തെ ഒരു കാര്യം, നമുക്ക് ഏതെങ്കിലും ഒരു കോൺഗ്രസ് ലീഡർ, AK ആൻ്റണി ആകട്ടെ, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ലീഡറാകട്ടെ, അതല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ആകട്ടെ, ഒരു പത്രസമ്മേളനം നടക്കുമ്പം കെ സുധാകരനെ പോലെയുള്ള ഒരു പ്രോമിനൻ്റ്, നല്ല കഴിവുള്ള, കണ്ണൂരിലെ യുദ്ധസമാനമായ യുദ്ധഭൂമിയിലെന്ന പോലെ
അവിടെ കോൺഗ്രസ്സിന് വേണ്ടി നല്ല ചങ്കൂരത്തോട് നിന്ന ആ മനുഷ്യൻ, അദ്ദേഹം KPCC പ്രസിഡൻ്റായ സമയത്ത് ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ ഞാൻ ആ പത്രസമ്മേളനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ മൈക്കെല്ലാം കൂടെ തട്ടി ഞാൻ പറയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പക്വത എത്രമാത്രമുണ്ട്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് പിന്നെ മറ്റുള്ളവരെ എല്ലാം അടിച്ചൊതുക്കി സ്വന്തം പേരും നിലവാരവും മാത്രം മറ്റുള്ളവരെ കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തോടും കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസ്സിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഈ മനുഷ്യൻ കാണിച്ച ആർജവം, അതിൻ്റെ ഒരു പകുതി അദ്ദേഹം ഇന്ന് ഭരിക്കുന്ന പാർട്ടിയോട് കാണിച്ചിരുന്നെങ്കിൽ കോൺഗ്രസ്സിന് നല്ല ഒരു പേരുണ്ടായേനെ, ഒരു സ്റ്റാറ്റസ് ഉണ്ടായേനെ, അല്ലെങ്കിൽ ഒരു ക്രെഡിബിലിറ്റി ഉണ്ടായേനെ. അദ്ദേഹം ഉമ്മൻചാണ്ടി സാറിനെ എതിർത്തു, കെ സുധാകരനെ എതിർത്തു, അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടം, അതുപോലെ എത്രയോ പേരെ ചെറുപ്പക്കാരെല്ലാം ഒതുക്കി മാറ്റിയില്ലേ. അപ്പോൾ അദ്ദേഹത്തിന് എന്നാ പുരസ്കാരമാണ് കൊടുക്കേണ്ടത്? പുരസ്കാരം കൊടുക്കാനാണെങ്കിൽ സുൽസാർ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ അൻവർ, അദ്ദേഹം കേരളത്തിലെ പിന്നെ ഭരിച്ചുകൊണ്ട് നിൽക്കുന്ന LDFിലെ ഒരു MLA ആയിരുന്ന അദ്ദേഹം ആ ഗവൺമെൻറ്റിലെ തന്നെ അഴിമതികളെക്കുറിച്ച് വിളിച്ചു പറഞ്ഞ് ഇപ്പോഴും ചങ്കൂറ്റത്തോടെ നടക്കുന്നു. അദ്ദേഹത്തിൻ്റെ എതിരെ എത്ര കേസാണ് എടുത്തത്? അദ്ദേഹത്തിനെ വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റി ഉണ്ടായിരുന്നെങ്കിൽ സർക്കാർ അദ്ദേഹത്തെ പിടിച്ച് ജയിലിലാക്കിയേനെ. പക്ഷേ അദ്ദേഹം പിടിച്ചു നിന്നില്ലേ. തികച്ചും അദ്ദേഹം ഒരു ന്യൂസ് മേക്കറായിട്ട്, ഒരു കാൻഡിഡേറ്റായിട്ടെങ്കിലും വരാനുള്ള യോഗ്യത അദ്ദേഹത്തിനുണ്ടായിരുന്നു. ചാണ്ടിയുമനെ മീഡിയയിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം അദ്ദേഹം MLA ആയി പുതുപ്പള്ളിയിലേക്ക് വന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനെ, അതുപോലെ ഷാഫി പറമ്പിൽ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം അതിനുശേഷം ഷാഫി പറമ്പിലിനെ തടയാൻ വേണ്ടി DYFIക്കാർ അദ്ദേഹം വടകരയിൽ തടയുന്നതും അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഓരോ പ്രകടനങ്ങൾ പാർലമെൻറ്റിൽ അദ്ദേഹം പോയി പ്രസംഗിക്കുന്നത്, ഒരു ന്യൂസ് മേക്കറായിട്ട്, ഒരു കാൻഡിഡേറ്റായിട്ട് അദ്ദേഹത്തെ പരിഗണിച്ചുകൂടായിരുന്നു ചാണ്ടിയുമനെ. അതുപോലെ തന്നെ BJPയിൽ നിന്നുള്ള ഒരുപാട് പേര്, അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അവരിൽ നിന്നും പരിഗണിക്കാവുന്ന ആളുകളുണ്ടായിരുന്നു. തിരുവനന്തപുരം മേയർ, അതുപോലെ തന്നെ പിന്നെ സുരേഷ് ഗോപി. ഞാൻ ജസ്റ്റ് കാൻഡിഡേറ്റായിട്ട് അവരിൽ നിന്ന് ആരെയും പരിഗണിച്ചിട്ടില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ട് നടത്തിയതായ ഒരു കാര്യപരിപാടിയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതിന് ഒരു വിലയും ആളുകളുടെ ഇടയിൽ, സമൂഹത്തിൻ്റെ വിലയിൽ ആ ഒരു അവാർഡിനുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സുൽസാറെ ഈ ഇദ്ദേഹത്തിന് കൊടുക്കേണ്ട അവാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ പറഞ്ഞു വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞു. അദ്ദേഹം ഇപ്പോഴേ വനവാസത്തിന് പോയിരുന്നെങ്കിൽ ഈ ബഹുമാനത്തോടെ തന്നെ പറയും കോൺഗ്രസ് രക്ഷപ്പെട്ടേനെ. ഞാൻ മുമ്പ് പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ അദ്ദേഹത്തിന് ഒരു MLA അല്ലെങ്കിൽ ഒരു മന്ത്രി വരെ ആകാനുള്ള യോഗ്യതയുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവായി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ലഭിച്ച ഒരവസരം, ഒരു ഭാഗ്യമെന്ന് പറയാം. കാരണം അത്രയും ഗവൺമെൻറ്റിൽ നിന്നുള്ള കാറും അതും ഇതും ആനുകൂല്യങ്ങളും ഒക്കെ അദ്ദേഹത്തിന് കിട്ടിയല്ലോ. അദ്ദേഹം സുഖിച്ചിങ്ങനെ ജീവിക്കുകയല്ലായിരുന്നു. അപ്പോൾ അതിനപ്പുറം ഇനി അദ്ദേഹത്തിന് ഇപ്പം ഞങ്ങളെപ്പോലുള്ളവരെ എതിർക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. അപ്പം ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എത്രമാത്രം ഇദ്ദേഹത്തെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നു അത്രത്തോളം സീറ്റിൻ്റെ എണ്ണം കോൺഗ്രസ്സിന് കുറയും, UDFന് കുറയും. അതാണ് വിഷയം. ഇപ്പം ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ നല്ല വിജയം കിട്ടിയെന്ന് കരുതി ഒരു കാരണവശാലും അധിക ആവേശം കാണിക്കാനായിട്ട് UDF പോയി കഴിഞ്ഞാൽ അത് വലിയ പരാജയം തന്നെയായിരിക്കും. കാരണം നമുക്കറിയാമല്ലോ 2001 99 സീറ്റുകളുമായിട്ടാണ് ബഹുമാനപ്പെട്ട AK ആൻ്റണി, അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ, അദ്ദേഹം 99 സീറ്റുകളുമായിട്ടാണ് അധികാരത്തിൽ വരുന്നത് 2001. അതിനുശേഷം അദ്ദേഹത്തിന് ലോകസഭാ ഇലക്ഷനിലേക്കുള്ള ആ തെരഞ്ഞെടുപ്പിൽ ഭയങ്കര പരാജയം ഉണ്ടായതുകൊണ്ട് അദ്ദേഹം തന്നെ രാജിവെച്ചു. വീണ്ടും 2004 അദ്ദേഹത്തിന് പകരമായിട്ട് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിട്ട് വരുന്നു. അതിനുശേഷം 2006 ഒരു വിജയം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. കാരണം 2006 മുമ്പ് നടന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ നല്ല വിജയമായിരുന്നു UDF കാഴ്ചവെച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങ് കയറിപ്പോകാം, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ഇമേജിൽ വീണ്ടും വരുമെന്ന് വിചാരിച്ചു. പക്ഷേ
98 സീറ്റുമായിട്ട് 98 എൻ്റെ ഓർമ്മ ആയിട്ട് ബഹുമാനപ്പെട്ട VS അച്യുതാനന്ദൻ അധികാരത്തിൽ വന്നു. 2001 99 UDF കിട്ടിയെടുത്താണ് 2006 ആയപ്പോൾ 98 സീറ്റ് പിടിച്ചുകൊണ്ട് LDF അധികാരത്തിൽ വരുന്നത്. ഇത് UDF നേതാക്കന്മാർ, പ്രോമിനൻ്റ് നേതാക്കന്മാരായിട്ടുള്ള ഡൽഹിയിലിരിക്കുന്ന ഇപ്പോൾ കുറച്ചൊക്കെ മാറ്റങ്ങളുള്ള KC വേണുഗോപാൽ സഹിതം അത് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ ഒരു ജാഥ, എന്തോ ഒരു ജാഥ നടത്തുന്നല്ലോ. അതുകൊണ്ട് ആർക്കാണ് ഗുണം? അതുകൊണ്ട് കോൺഗ്രസ്സിന് ഗുണമുണ്ടാകുമോ? അതോ UDFന് ഗുണമുണ്ടാകും? അദ്ദേഹമാണെങ്കിൽ എല്ലാ സമുദായ നേതാക്കന്മാരെയും പിണക്കിയിട്ടാണ്. ഇപ്പോൾ NSSനെ പോലെ, അതുപോലെ തന്നെ SNDP പോലെയുള്ള സമുദായങ്ങളെ പിണക്കി ചില സമുദായങ്ങളെ മാത്രം പ്രീണിപ്പിച്ച് അദ്ദേഹം മുമ്പോട്ട് പോവുകയാണ്. വലിയ അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് സുൽസാറെ അത് ശക്തമായിട്ട് നമ്മുടെ ഈ 250 ക്യാമ്പയിനിൽ പറയേണ്ടത് കോൺഗ്രസ്സിന് ഗുണം ചെയ്ത, അല്ലെങ്കിൽ സമൂഹത്തിന്, നമ്മുടെ കേരളത്തിന് ഗുണം ചെയ്ത കാര്യമായതുകൊണ്ടാണ് ഈ സമയമില്ലാഞ്ഞിട്ട് ഞാൻ ഈ ഒരു വിദേശ മലയാളികളുടെ ഒരു മനോചിന്ത മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുന്നത്. ഇപ്പം മുമ്പ് ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ വെള്ളാപ്പള്ളി പറഞ്ഞല്ലോ, അദ്ദേഹം അത്രയും പ്രായമുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അംഗീകരിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത് ഞാൻ മുമ്പ് ഒരു വീഡിയോയിലും പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞു VD സതീശനാണ് പിണറായിയുടെ ഐശ്വര്യം, വേറൊന്നും ചെയ്യേണ്ട, അദ്ദേഹത്തെ മുമ്പോട്ട് കാണിച്ചാൽ മാത്രം മതി LDF അധികാരത്തിൽ വരുമെന്ന്. ഞാനതിനെ 100% അംഗീകരിക്കുന്നില്ലെങ്കിലും ഒരു 70 to 80% അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് എൻ്റെ അഭിപ്രായം. കാരണം VD സതീശൻ്റെതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ്, അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള വാർത്താ സമ്മേളനങ്ങൾ, ഇതെല്ലാം വിലയിരുത്തിയിട്ടാണ് നമ്മളീ പറയുന്നത്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മുഖഭാവം, അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഓരോ സ്റ്റേറ്റ്മെൻറ്റുകൾ, നിയമസഭയിലുള്ളതായിട്ടുള്ള ഈ പ്രസംഗിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രസംഗിക്കാൻ ആർക്കാണ് സാധിക്കാത്തത്? പ്രസംഗശാസ്ത്രം പഠിച്ചു കഴിഞ്ഞാൽ പ്രസംഗിച്ചുകൂടെ? പണ്ടാരോ പറഞ്ഞു, നാണവും ഇല്ല, അല്ല വിവരവും ഇല്ലെങ്കിൽ എത്ര മണിക്കൂർ വേണമെങ്കിലും സംസാരിക്കാമെന്ന് പറഞ്ഞതിൻ്റെ കൂട്ട് സഭാകമ്പമില്ലെങ്കിൽ അല്ലെ കുറച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് അത് പറയാൻ സാധിക്കുമെങ്കിൽ ആർക്കും പ്രസംഗിക്കാം. അദ്ദേഹം അവിടെ ഇവിടെയും പ്രസംഗിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അദ്ദേഹം തന്നെ ക്രൈസ്തവ സഭകളിൽ ഒക്കെ കൺവെൻഷനുകളിൽ പോയി അദ്ദേഹം പ്രസംഗിക്കാറുണ്ട്. ഈ സഭക്കാർ ചെയ്യുന്ന വലിയ ഒരു തെറ്റാണത്. കാരണം ഈ ബൈബിൾ പ്രസംഗിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പോയിട്ട് ഖുറാൻ പ്രസംഗിച്ചു കഴിഞ്ഞാൽ അത് ആ സമുദായം അംഗീകരിക്കുമോ? ഇല്ല. കാരണം ഖുറാൻ അനുസരിച്ച്, വിശുദ്ധ ഖുറാൻ അനുസരിച്ച് ജീവിക്കുന്നവരാണ് അത് പ്രസംഗിക്കേണ്ടത്. അല്ലെങ്കിൽ രാമായണത്തിലെയോ മറ്റുള്ള പുരാണങ്ങളെക്കുറിച്ച് ഞാൻ എങ്ങനെയാണ് പ്രസംഗിക്കുന്നത്? ഒരു അമ്പലത്തിൽ പോയാൽ എനിക്ക് പ്രസംഗിക്കാൻ സാധിക്കുമോ? ആ ഒരു ഐഡിയോളജിയെ ഞാൻ ഫോളോ ചെയ്യാത്ത ഒരാൾ ഞാനെങ്ങനെയാണ് അത് പ്രസംഗിക്കുന്നത്? ഇദ്ദേഹം സഭകളിൽ കൺവെൻഷനുകളിലൊക്കെ പോയി പ്രസംഗിക്കുന്നത് കാണുന്നു. അദ്ദേഹം ബൈബിൾ ഫോളോ ചെയ്യുന്ന ഒരാളല്ല. ഹീസ് എ ഹിന്ദു ബിലീവർ. അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ നമ്മൾ മാനിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഭക്തിയെ മാനിക്കുന്നു. പക്ഷേ അദ്ദേഹം ഫോളോ ചെയ്യാത്ത ഒരു ഐഡിയോളജിയുടെ ഒരു വക്താവായിട്ട് അദ്ദേഹത്തെ സ്റ്റേജിൽ കയറ്റുന്നതിന് തെറ്റാണ്. കാരണം ബൈബിൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിനകത്ത് ക്ലിയറായിട്ട് പറയുന്നുണ്ട്, അത് ഫോളോ ചെയ്യാത്ത ആളുകൾ അത് പ്രസംഗിക്കാൻ പാടില്ല, പ്രസംഗിക്കുന്നവർക്കും അതിൻ്റേതായിട്ടുള്ള ശിക്ഷ വരുമെന്ന് Psalm 51 വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ സാറേ, ഒരുപാട് നീട്ടാതെ ഞാൻ പറയാം, ഇദ്ദേഹം ഇപ്പോൾ നടത്തുന്നതായ ഈ യാത്ര അത് UDFന് വല്ലാതെ ദോഷം ചെയ്യും. ഇപ്പോൾ തന്നെ അദ്ദേഹം ആദ്യത്തെ ഇനാഗുറേറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞല്ലോ ടീം UDF. സാറേ, ഈ ടീം UDF എന്ന് പറയുന്നതായിട്ടുള്ള അത് തന്നെ തെറ്റല്ലേ? UDF എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്, അത് യുണൈറ്റഡ് ആണല്ലോ. അപ്പോൾ അതിന് ഈ ടീമെന്നും കൂടെ തന്നെ അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ടീം നമ്മൾ പറയത്തില്ലല്ലോ. അപ്പോൾ ഇദ്ദേഹം 10 പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ഒരാളല്ലേ ഒരു ദിവസം. അപ്പോൾ അടുത്ത ഒരു മുഖ്യമന്ത്രിയായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾ UDF എന്നങ്ങ് പറഞ്ഞാൽ പോരെ, അതാ യുണൈറ്റഡ് ആണോ? ദാറ്റ്സ് എ ടീം. പിന്നീട് അതിൻ്റെ ഇപ്പുറത്തെ ഒരു ടീം കൊണ്ട്, അപ്പോൾ ടീമെന്ന് ഇദ്ദേഹത്തിൻ്റെ ഒരു ടാഗ് ലൈനാണ്. അങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം അതിൻ്റെ ക്യാപ്റ്റനാണ്. ഈസ് ദ ക്യാപ്റ്റൻ എന്നാണല്ലോ ഇദ്ദേഹത്തിൻ്റെ ശിങ്കിടിമാരായ ചില ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സാറേ, ഇത്രയേ ഉള്ളൂ. നമ്മൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു, പക്ഷേ കേരളത്തെ അതിനേക്കാൾ സ്നേഹിക്കുന്നു, കോൺഗ്രസിനെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് the more UDF project VD സതീശൻ, ഇറ്റ് വിൽ ലീഡ് ടു മോർ ഫെയിലിയർ. പൂർണ്ണമായ പരാജയത്തിലേക്കാണ് പോകാൻ പോകുന്നത്. ഇത് ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് വിലയിരുത്തുന്ന ഞങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ റീലുകൾ ഇട്ടത് കൊണ്ടോ
അല്ലെങ്കിൽ പിന്നെ കുറച്ച് ഇൻ്റർവ്യൂ നടത്തിയത് കൊണ്ടോ, അപ്പം ഏതെങ്കിലും ഒരു മീഡിയ നല്ലപോലെ കുറച്ച് ഫണ്ടിറക്കാമെന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂ ഒക്കെ കിട്ടും. അത് നമുക്കറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ അദ്ദേഹം കഴിവതും ചെയ്യേണ്ടത് മാറി നിൽക്കുകയാണ് ചെയ്യേണ്ടത്. മുമ്പ് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എറണാകുളത്തു നിന്ന് ഒരുപാട് വീഡിയോകൾ ഇദ്ദേഹത്തെക്കുറിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ രാഹുലിനെക്കുറിച്ച് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പരാതികളും ആരോപണങ്ങളും വന്നപ്പോൾ രാഹുലിനെ മാറ്റി നിർത്തി സസ്പെൻഡ് ചെയ്തതുപോലെ ഇദ്ദേഹത്തെ എന്നേ സസ്പെൻഡ് ചെയ്യേണ്ടതാണ്. കാരണം ചില സ്ത്രീകൾ പറയുന്ന വീഡിയോ വളരെ മോശമായിട്ടുള്ളത് മീഡിയയിൽ കൂടെ ഇങ്ങനെ പ്രചരിക്കുകയാണ്. എറണാകുളത്തു നിന്ന് പല ആളുകളും വന്ന് നമ്മുടെ i2i ന്യൂസിൽ കൂടെ തന്നെ എത്രയോ വിഷയങ്ങളാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ഗവൺമെൻറ് തന്നെ ഇദ്ദേഹത്തിനെതിരെ CBI അന്വേഷണം ഇടുമെന്ന് പറഞ്ഞ് ഇപ്പോൾ അതിനെക്കുറിച്ച് യാതൊരു അനക്കവും കാണുന്നില്ല. എന്നാ ഡീലാണ് നമുക്ക് നടന്നതെന്ന് അറിയത്തില്ല. ഇങ്ങനെ ഒരുപാട് അലിഗേഷൻസ് ഉള്ള ഒരാൾ അദ്ദേഹത്തെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം തന്നെ അങ്ങ് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുകയാണ്. ബട്ട് UDF എത്രയോ പ്രമുഖരായ ലീഡേഴ്സുണ്ട്. ഒരു ജാഥ UDF നടത്തുമ്പോൾ സണ്ണി ജോസഫ് സാറൊക്കെ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ UDF യുണൈറ്റഡ് ആയിട്ടല്ലേ ഒരു ജാഥ നടത്തേണ്ടത്. അതിനകത്ത് എല്ലാ ലീഡേഴ്സിനെയും UDF നടത്തുന്ന ജാഥ അല്ലെങ്കിൽ KPCC നയിക്കുന്ന ജാഥ, അങ്ങനെ ഒരു ജാഥയല്ലേ ഇവർ നയിക്കേണ്ടത്. അല്ല VD സതീശൻ എന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരൻ നയിക്കുന്ന ഈ ജാഥ കൊണ്ട് കോൺഗ്രസ്സിനെ തൊഴുത്തിൽ കൊണ്ട് കെട്ടാനുള്ള പരിപാടിയല്ലേ. പിന്നെ കുറേ ആൾ കൂടുന്നതൊക്കെ നമുക്കറിയാമല്ലോ. ഇപ്പോൾ കേരളത്തിൽ മിക്ക സമരങ്ങൾക്കും മിക്ക പാർട്ടികളുടെ കൺവെൻഷനിലേക്കും ഈ ബംഗാളികളായിട്ടുള്ള ആളുകളെ കാശ് കൊടുത്ത് ട്രക്കിൽ കൊണ്ട് ഇറക്കുന്നതായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. 100-200 പേരെ കൊണ്ടിറക്കി കഴിഞ്ഞാൽ അവർ ആളെ എടുക്കുമോ, എടുത്ത് വായുവിലേക്ക് എറിയും, എന്ത് വേണമെങ്കിലും ചെയ്യും. ഇതൊന്നും എന്നിട്ട് അത് മീഡിയ അതൊക്കെ റെക്കോർഡ് ചെയ്ത് കാണിക്കാനുള്ള മീഡിയക്കാരുമുണ്ട്. വളരെ മോശമാണ് സാറേ നമ്മുടെ ഈ കേരളത്തിൻ്റെ ഒരു പോക്കെന്ന് പറഞ്ഞാൽ. കാരണം കോൺഗ്രസ്സിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ള ലീഡേഴ്സുള്ള ഒരു പാർട്ടിയാണ്. ഇപ്പം തന്നെ ഇവർ പിന്നെ നമ്മൾ മുമ്പ് ഒരു മീറ്റിംഗ് കണ്ടു. ആ മീറ്റിങ്ങിൽ ബഹുമാനപ്പെട്ട ഇപ്പം ശശി തരൂരിനെ കാല് കുത്തിക്കത്തില്ലെന്ന് പറഞ്ഞ മുരളീധരൻ്റെയും ചാവേറായ ഉണ്ണിത്താൻ്റെയും കണ്ണിൻ്റെ മുമ്പിലല്ലേ പിന്നെ രാഹുൽജിയും അതുപോലെ തന്നെ മല്ലികാർജുൻ ഖാർഗെയും ശശി തരൂർ 3 പേരും കൊണ്ടിരുന്ന ഒരു മീറ്റിംഗ് നടത്തി നമ്മൾ കണ്ടേ. അപ്പോൾ അത്രമാത്രം അദ്ദേഹത്തെ അവരെ വിളിച്ച് മീറ്റിംഗ് നടത്തുകയും ഒരു ധാരണയിലെത്തുകയും കേരളത്തിൻ്റെതായിട്ടുള്ള ഇലക്ഷൻ പ്രചരണങ്ങളിൽ മുമ്പോട്ട് പോകണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും അദ്ദേഹം ആക്റ്റീവായിട്ട് ഉണ്ടായിരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കുകയാണ് KPCCയോട് അല്ലെ ഷാഫിയോട്, അവരോടൊക്കെ നമുക്ക് ചോദിക്കാനുള്ളത്, ശശി തരൂരിനെയും അതുപോലെ കെ സുധാകരനെയും ജനസമ്മതിയുള്ള നേതാക്കന്മാരെ മുൻനിർത്തിയല്ലേ ഒരു ജാഥ നടത്തേണ്ടത്? അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ വേറൊന്നും വേണ്ട കേരളത്തിൽ ജയിക്കാൻ, ഈ VD സതീശൻ അങ്ങ് മിണ്ടാതിരുന്നാൽ മതി. കാരണം ഈ പിണറായി ആ സർക്കാരിനെതിരെയുള്ള ജനരോഷം എന്ന് വെച്ചാൽ ഭയങ്കരമാണ്. ഒരു മനുഷ്യനും പ്രസംഗിച്ചില്ലെങ്കിലും മര്യാദയ്ക്ക് അങ്ങ് പോയാൽ മതി. പോയിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിലേയും കൂടെ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഒരു 80 സീറ്റ്സ് കിട്ടും. പക്ഷേ ഈ VD സതീശൻ എന്ന് പറഞ്ഞ ആളെ മുമ്പോട്ട് കാണിക്കരുത്. അതുകൊണ്ട് കാണിക്കരുതെന്ന് പറയാൻ കാര്യം, അദ്ദേഹം ഉമ്മൻചാണ്ടിയെ എതിർത്ത ഒരു വ്യക്തിയാണ്. ഉമ്മൻചാണ്ടിയെ തുടർഭരണം ഇല്ലാതാക്കിയ വ്യക്തിയാണ്. കെ സുധാകരനെ എതിർത്ത വ്യക്തിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് എന്തോ ജനസമ്മതിയാണെന്ന് നോക്കിക്കേ സുനിൽ സാറേ. ഞങ്ങൾ ഇവിടെ നിന്ന് നമ്മൾ ഏത് മീഡിയ തുറന്നാലും സത്യത്തിൽ ഞെട്ടിപ്പോവാണ്. ഇത്രയും ഉമ്മൻചാണ്ടി സാറിന് ശേഷം ജനസമ്മതി കിട്ടിയ ഒരു ലീഡർ, ഒരു ചെറുപ്പക്കാരനാണെങ്കിലും അതുപോലെ ലീഡർ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. എത്രമാത്രം അദ്ദേഹത്തെക്കുറിച്ച് വരുന്ന പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾക്ക് 10,000-കണക്കിന് ആളുകളാണ് കമൻറ്റ് ചെയ്യുന്നത്, ലൈക്ക് അടിക്കുന്നത് അല്ലെങ്കിൽ കമൻ്റ് അടിക്കുന്നു. ഏതൊരു വീഡിയോ മലയാളി വാർത്ത ഇട്ടാലും അല്ലോ i2i ന്യൂസ് ഇട്ടാലും എത്രയോ പേരാണ് അതിൻ്റെ പുറകിൽ വരുന്നത്. എത്ര അമ്മമാരാണ് വരുന്നത്, എത്ര സ്ത്രീകളാണ് വരുന്നത്, എത്ര പേരാണ് ഇപ്പം പിന്നെ ഡൽഹിയിലിരിക്കുന്ന ദീപ ജോസഫ് തൊട്ട് അതുപോലെ തന്നെ സീമ ജി നായർ തൊട്ട് അതുപോലെ തന്നെ ഓരോ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ എന്തിന് അമേരിക്കയിലിരിക്കുന്ന ഞാൻ വരെ അതിന് അദ്ദേഹത്തിന് സപ്പോർട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടല്ല സംസാരിക്കുന്നത്. ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞതിൻ്റെ കൂട്ട് ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നത് ഞങ്ങൾക്ക് നേടാനൊന്നുമില്ല. ഞങ്ങൾക്ക് ഒരു വാർഡ് സ്ഥാനം വേണ്ട, ഒരു MLA സ്ഥാനം വേണ്ട, അല്ലെങ്കിൽ MLAയുടെ ഓഫീസിൽ ഒന്നും വേണ്ട. ഞങ്ങൾക്ക് 0 ബെനഫിറ്റാണ് ഇവരിൽ ആര് വന്നു കഴിഞ്ഞാലും. പക്ഷേ ഞങ്ങളുടെ ഉള്ളിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തോടുള്ള സ്നേഹമാണ്. കേരളത്തോടും ഞങ്ങൾ ജനിച്ച സംസ്ഥാനത്തോടും അതുപോലെ തന്നെ കോൺഗ്രസ്സിനോടും ഉള്ള സ്നേഹം കൊണ്ടാണ് സംസാരിക്കുന്നത്. കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ലീഡേഴ്സ് മുമ്പ് പറഞ്ഞതിലൂടെ MN ഹസനെ, അതുപോലെ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, KC വേണുഗോപാൽ, അതുപോലെ ബെന്നി ബെഹനാൻ, ഷാഫി പറമ്പിൽ, ചാണ്ടി ഉമ്മൻ, ഇവരെല്ലാം കൂടെ ചെയ്യേണ്ടത് ഈ VD സതീശൻ എന്ന് പറഞ്ഞ ആ ഒരു സാറിനെ ഒന്ന് ഒതുക്കി നിർത്താൻ വേണ്ടി ഉള്ള പരിപാടി. അദ്ദേഹത്തെ ഒരുപാട് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കരുത്.
അദ്ദേഹത്തെ ഒരു മുഖ്യമന്ത്രിയായിട്ട് ദയവ് ചെയ്ത് പ്രൊജക്റ്റ് ചെയ്താൽ ആളുകൾ വോട്ട് ചെയ്യില്ല. അദ്ദേഹം പറവൂന്ന് തന്നെ ജയിക്കുന്ന കാര്യം തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ കോൺഗ്രസ്സിൽ മുമ്പോട്ട് കാണിക്കാൻ കഴിയുന്ന ആളുകളുണ്ട്. ഈവൻ ഇഫ് കനകോലു ഇഫ് ഹീ ഈസ് ലിസണിങ്, ഹീ ഈസ് പ്ലാനിങ് എ ലോട്ട് ഓഫ് ടാക്ടിക്സ് ആൻഡ് ഹീ ഈസ് bringing lot of ideas and he is behind the election tactics and everything. But if he is projecting the opposition leader, the more he project the opposition leader VD Sadishan, and Congress will fail in Kerala. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇടപെടാൻ കഴിയുന്ന ഒറ്റ ഒരാളേ ഉള്ളൂ, അല്ലെങ്കിൽ 2-3 പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നീ AC വേണുഗോപാൽ, അല്ലെങ്കിൽ സണ്ണി ജോസഫ്, ഷാഫി പറമ്പിൽ. ഇവർ ചിന്തിക്കേണ്ട കാര്യം ഈ മനുഷ്യനെ ജസ്റ്റ് ഒന്ന് ഒതുക്കി നിർത്തിയിട്ട് ബാക്കി ജനസമ്മതിയുള്ള ലീഡേഴ്സിനെ മുമ്പോട്ട് കൊണ്ടുവരണം. അപ്പോൾ മനോരമയുടെ ന്യൂസ് മേക്കറായെന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ സർവേ നടത്തി ഏതെങ്കിലും ഒരു സർവേ, ആദ്യം ഒരു സർവേ നടത്തിയപ്പോൾ അതിനകത്ത് ജനങ്ങളുടെ പ്രീതിയിൽ ശശി തരൂരാണ് മുഖ്യമന്ത്രിയായിട്ട് വരണമെന്ന് ഉണ്ട്. അദ്ദേഹം നടത്തിയ സർവേ ഒന്നുമല്ല. അതിനുശേഷം പിന്നീട് ഇദ്ദേഹത്തിൻ്റെ പേരിൽ സർവേകൾ വരികയാണ്. എനിക്ക് i2i ന്യൂസിനോട് പറയാനുള്ളത്, സാറിനൊരു വലിയ മിഷൻ, വളരെ കമ്മിറ്റ്മെൻറ്റോടുകൂടിയാണ് സുനിൽ സാറ് കാര്യങ്ങൾ ചെയ്യുന്നത്. എത്രയോ 3-4 എത്ര കേസാണ് നിങ്ങൾക്കെതിരെ എടുത്തത്. അതുകൊണ്ട് എനിക്ക് കേൾക്കുന്ന ഓഡിയൻസിനോടും പറയാനുള്ളത്, ഒരു സുനിൽ സാറ് ഒരു ആദർശനത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാളാണ്. ഉള്ള സത്യം പുള്ളി ആരുടെ മുഖത്ത് വിളിച്ചു പറയുന്ന ആളാണ്, എന്ത് സംഭവിച്ചാലും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ പ്രോത്സാഹിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ വീഡിയോ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം. അത് നമ്മുടെ സമൂഹത്തിന് നല്ലതാണ്. ഞാൻ ഒരുപാട് പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം ഐ ബിലീവ് ദാറ്റ് ഈസ് ടെല്ലിങ് ദ ട്രൂത്ത്. അദ്ദേഹം സത്യമാണ് പറയുന്നത് എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മളത് ചെയ്യുന്നത്. ഇനി ചില മാസങ്ങൾ മാത്രമേ ഉള്ളൂ ഇലക്ഷന്. ഈ ചില മാസങ്ങളിൽ ഓരോരോ കാര്യങ്ങൾ LDF അവരിപ്പം ജാഥ നടത്തുമ്പോൾ ആൾ കുറഞ്ഞെന്നിരുന്നാലും അവർ കുറച്ച് ടാക്ടിക്സ് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ പ്ലാൻ ചെയ്ത് ഇനിയും ഈ VD സതീശനാണ് അദ്ദേഹത്തിൻ്റെ എന്നെ പ്രൊജക്റ്റ് ചെയ്ത് റീൽസ് ഇറക്കുകയും ഇതുപോലെ അവാർഡുകൾ കാശ് കൊടുത്ത് വാങ്ങിക്കുകയും, കാശ് കൊടുത്താണോ വാങ്ങിച്ചതെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിണറായി വീണ്ടും അധികാരത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് നമ്മുടെ കേരളത്തെ ഒരു 10-50 വർഷത്തേക്ക് പുറകോട്ടടിക്കും. ഇങ്ങനെയുള്ളൊരു അപകടകരമായ ഒരവസ്ഥയാണ് നമ്മൾ നേരിടാൻ പോകുന്നത്. ഇപ്പം 10 വർഷമായിട്ട് ഭരണമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ മുസ്ലിം ലീഗ് ആയാലും കുഞ്ഞാലിക്കുട്ടിയോ അല്ലെങ്കിൽ CP ജോണ്, NK പ്രേമചന്ദ്രൻ, ഇവരൊക്കെ ചിന്തിക്കേണ്ടത്, ഈ പല ആളുകളും ഇദ്ദേഹം മുഖ്യമന്ത്രിയാകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അത് ഇദ്ദേഹത്തെ ഭയക്കുകയും സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ട്. ഞാൻ പറയാം, ഒരു കാരണവശാലും ഈ VD സതീശനെയാണ് പ്രൊജക്റ്റ് ചെയ്ത് മുമ്പോട്ട് കാണിക്കുന്നതെങ്കിൽ ആരും, എനിക്ക് വ്യക്തിപരമായി അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല, ഒരു ഡീലിങ്ങും ഇല്ല, ഒന്നുമില്ല. പക്ഷേ ഒരു കോൺഗ്രസ്സിനോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മൾ പറയുന്നത്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രവർത്തികൾ, വാക്കുകൾ, പിന്നെ അദ്ദേഹം കുറച്ച് പ്രതിപക്ഷ നേതാവായതിന് ശേഷം അദ്ദേഹത്തിന് കുറച്ച് അഹങ്കാരം വർദ്ധിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളിൽ കൂടെയും, ഇപ്പോൾ KPCC പ്രസിഡൻറ്റിനോടുള്ള ഇടപാടാണെങ്കിലും, കെ സുധാകരനോടുള്ള ഡീലിംഗ് ആണെങ്കിലും, ശശി തരൂരിനെ കുറിച്ച് പറഞ്ഞതാണെങ്കിലും, ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പറഞ്ഞതാണെങ്കിലും, ഇദ്ദേഹത്തിൻ്റെ ഓരോ പ്രസ്താവനകളിലും കുറച്ച് അഹങ്കാരം അദ്ദേഹത്തിന് കൂടിയിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. എന്ന് മാത്രമല്ല, സമുദായ നേതാക്കന്മാരെ എല്ലാം അദ്ദേഹം പിണക്കി, ചില ആളുകളുമായിട്ട് മാത്രം സഹകരിക്കുന്നു. അപ്പോൾ ഇത് ആരെങ്കിലും തിരുത്തുകയോ അദ്ദേഹത്തെ ഒന്ന് ഒതുക്കി ഒന്ന് മൗനമാക്കി ഇരുത്തിയിട്ട് ബാക്കിയുള്ള പ്രോമിനൻ്റ് ജനസമ്മതിയുള്ള ലീഡേഴ്സിനെ മുമ്പോട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ ഇറ്റ് വിൽ ബി എ ഡിസാസ്റ്റർ ഫോർ ദി UDF ഇൻ കേരള എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് ബൈബിളിലെ ഉപദ്യാവ് എന്ന് പറയുന്ന പുസ്തകത്തിലെ 1-2 വാക്യങ്ങളാണ് സുനിൽ സാറെ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്. നിൻ്റെ ഹൃദയത്തിലെ ഉപദ്യാവ് 1:3, നിൻ്റെ ഹൃദയത്തിലെ അഹങ്കാരം നിന്നെ വഞ്ചിച്ചു. പാറകളുടെ വിള്ളലുകളിൽ താമസിക്കുന്നവനെ, ഉയർന്ന സ്ഥലങ്ങളിൽ വീടുണ്ടാക്കിയവനെ, നീ ഉള്ളിൽ പറയുന്നു, ആരാണ് എന്നെ താഴെ ഇറക്കുക? ഇദ്ദേഹത്തിൻ്റെ വിചാരം ആരാണ് താഴെ ഇറക്കുന്നത് എന്നുള്ളതാണ്. 4-ാം വാക്യം, നീ കഴുകനെ പോലെ ഉയരത്തിലേക്ക് പറന്നാലും, നക്ഷത്രങ്ങളുടെ ഇടയിൽ നിൻ്റെ കൂട് പണിതാലും, അവിടെ നിന്നും ഞാൻ നിന്നെ താഴെ ഇറക്കും.
എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അദ്ദേഹത്തിന് വനവാസത്തിലേക്ക് പോകാനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ്. എത്ര പേരെയാണ് പുള്ളി ഒതുക്കിയത്, എത്ര പേരോടാണ് പുള്ളി ആക്രോശിച്ചത്. അദ്ദേഹത്തിന് കൊടുത്തായിട്ടുള്ള 5 വർഷം കേരള സമൂഹത്തിന് വേണ്ടി ഒരു പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ പെർഫോം ചെയ്യേണ്ട സ്ഥാനത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയും കമ്മ്യൂണിറ്റിയെയും സംരക്ഷിക്കേണ്ട ഈ മനുഷ്യൻ പിണറായിക്ക് സപ്പോർട്ട് പറഞ്ഞ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ മുമ്പോട്ട് പോയ ഇദ്ദേഹം ഒരിക്കലും കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ ഇടയാകരുതേ എന്നാഗ്രഹിക്കുന്നു. ഇതാണ് കേരള സമൂഹത്തോടുള്ള ഞങ്ങളുടെയൊക്കെ ഒരു അഭ്യർത്ഥന. അപ്പോൾ തന്നെ പ്രോമിനൻ്റ് ലീഡേഴ്സായിട്ടുള്ള സണ്ണി ജോസഫ്, അതുപോലെ ഷാഫിയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 5 വർഷം കഴിഞ്ഞാൽ അടുത്ത ഒരു കേരള മുഖ്യമന്ത്രിയുടെ ആ പൊസിഷനിലേക്ക് വരാൻ കഴിവുള്ള ഒരാളാണ്. അതുപോലെ തന്നെ കെ സുധാകരൻ ഇപ്പോൾ തന്നെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒന്നാമത്തെ ആൾ ശശി തരൂരും, രണ്ടാമത്തെ വ്യക്തി കെ സുധാകരനും, മൂന്നാമത്തെ ആൾ ഷാഫി പറമ്പാലുമാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു ഏജിൻ്റെ ഒരു ഇതുണ്ട്, കുറച്ചുകൂടെ ഒരു ടൈം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ KC വേണുഗോപാൽ, അദ്ദേഹവും കുറച്ച് മച്യൂരിറ്റി ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ഈ ഒരു കാരണവശാലും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റാത്ത 2 പേരാണ് രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ വി ഡി സതീശൻ. ഇവരെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാതെ കോൺഗ്രസിൻ്റെ ആദർശങ്ങൾ മുമ്പോട്ട് വെച്ച് ഇപ്പോൾ കനകോലുവായാലും ഇത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചാൽ കേരളത്തിന് നല്ലത്, UDF നല്ലത്, കോൺഗ്രസ്സിന് നല്ലത്. താങ്ക് യു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.